ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫിസിക്സ് ക്ലാസ്. നമ്മൾ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ചാപ്റ്ററിലെ പോർഷൻസാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ആക്യുറസി പ്രിസിഷനാണ് നിർത്തിയത്. ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്താണെന്ന് നോക്കാം. ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അതിൻ്റെ മെഷേർഡ് വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. കൂടുതലും മെഷേർഡ് വാല്യൂ ഡെസിമൽ പോയിൻറ്റോടട്ട് കിട്ടുന്നത്. അതിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ചെക്ക് ചെയ്യുന്നു, കറക്റ്റ് ആണോ എന്നറിയാൻ നമ്മൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആ ഒരു മെഷേർഡ് വാല്യൂ ചെക്ക് ചെയ്യുകയാണെങ്കിൽ പോയിൻറ്റ്സ് കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റ്സുകൾ ചേഞ്ച് ആവുന്ന കാണാം. ഫസ്റ്റ് ഡിജിറ്റ്സ് ചേഞ്ച് ആയില്ലെങ്കിലും കൂടുതലും സെക്കൻഡ് ഡിജിറ്റോട്ടാണ് ചേഞ്ച് ആവുന്നത്. അപ്പോൾ ചേഞ്ച് ആകുന്നതും ചേഞ്ച് ആകാത്തതുമായ ഡിജിറ്റ്സ് കൗണ്ട് ചെയ്യുമ്പോൾ, അത് ടോട്ടൽ ചെയ്യുമ്പോഴാണ്, ടോട്ടൽ ചെയ്യുക വെച്ചാൽ അഡീഷൻ അല്ല, കൗണ്ട് ചെയ്യുന്നു, എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുമ്പോഴാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് കിട്ടുന്നത്. അതാണ് പറയുന്നത്, റിലയബിൾ ഡിജിറ്റ്സുകളും ആദ്യത്തെ അൺസർട്ടൈൻ ഡിജിറ്റ്സുകളും പ്ലസ് ചെയ്യുമ്പോഴാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഓർ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് കിട്ടും. ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ പ്ലസ് ടുവിൽ സിമ്പിൾ പെൻഡുലത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ പീരീഡ് ഓഫ് ഓസിലേഷൻ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടുത്തെ പീരീഡ് ഓഫ് ഓസിലേഷൻ 1.62 സെക്കൻഡാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ 5 പ്രാവശ്യം നമ്മൾ ആ പീരീഡ് ഓഫ് ഓസിലേഷൻ നോക്കുന്നുണ്ട്, ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. ഈ 5 പ്രാവശ്യവും 1ഉം 6ഉം കിട്ടുന്നുണ്ട്, പക്ഷേ 2 എന്ന ഡിജിറ്റ്സ് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ എന്താണ്, 1.6ൽ 1ഉം 6ഉം റിലയബിളുമാണ്, സർട്ടൈനുമാണ്. പക്ഷേ 2 എന്താണ്, അൺസർട്ടൈൻ ആണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു മെഷേർഡ് വാല്യൂവിന് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണുള്ളത്. 1, 6, 2. സർട്ടൈൻ ആയിട്ടുള്ളയും അൺസർട്ടൈൻ ആയിട്ടുള്ളയും ഡിജിറ്റ്സ് കൂട്ടുമ്പോൾ 3 എണ്ണം കിട്ടുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രിസിഷൻ എന്താണെന്ന് പറഞ്ഞു. 2 റെസൊല്യൂഷനുള്ള ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് നമ്മൾ പ്രിസിഷൻ നോക്കി. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള 2 വാല്യൂ കിട്ടി. അതുപോലെയാണ് ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ട് മെഷർമെൻറ്റിൻ്റെ പ്രിസിഷനുമാണ് ബന്ധമുണ്ട്. ലീസ്റ്റ് കൗണ്ട് അനുസരിച്ചായിരിക്കും ആ ഒരു മെഷേർഡ് വാല്യൂവിൻ്റെ പ്രിസിഷനും നമുക്കറിയാൻ പറ്റുക. 0.1 റെസൊല്യൂഷൻ ഉള്ളതും 0.01 റെസൊല്യൂഷനുള്ള ഇൻസ്ട്രുമെൻ്റ് വെച്ച് നോക്കിയാലും ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രിസിഷനുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ കണ്ടുപിടിക്കുന്ന ഏതൊരു മെഷേർഡ് വാല്യൂവിലും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനേക്കായി മറ്റ് ഡിജിറ്റ്സുകളാണ് കൂടുതലെന്നുണ്ടെങ്കിൽ അത് ആവശ്യമുള്ളതല്ല. നമ്മുടെ റിസൾട്ടിനെ കൺഫ്യൂഷൻ ആക്കുന്ന ഒന്നാണ്. അത് സൂപ്പർഫ്ലൂസ് ആയിരിക്കും, മിസ്ലീഡിങ്ങും ആയിരിക്കും. സൂപ്പർഫ്ലൂസ് എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്തതാണ്, മിസ്ലീഡിങ് വഴിതെറ്റിക്കുന്നതുമായിരിക്കും. മെഷേർഡ് വാല്യൂവിൻ്റെ ഡിഫറൻറ്റ് യൂണിറ്റ്സുകൾ നമ്മുടെ സൗകര്യമനുസരിച്ച്, നമ്മുടെ ചോയ്സ് അനുസരിച്ച് ചേഞ്ച് ചെയ്യുകയാണെങ്കിലും സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സിൻ്റെ നമ്പർ ചേഞ്ച് ആവില്ല. അതുപോലെ മെഷർമെൻറ്റിൻ്റെ ഫിഗറും ചേഞ്ച് ആവത്തില്ല. അതുപോലെ തന്നെയാണ് ഒരു വാല്യൂവിൻ്റെ ഡെസിമൽ പോയിൻ്റ് ലൊക്കേഷൻ, അത് എത്ര നമ്പർ കഴിഞ്ഞോ ആയിക്കോട്ടെ, അതൊന്നും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ ബാധിക്കുന്ന കാര്യമല്ല. ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ കയ്യിൽ ഏതോ ഒരു ഒബ്ജക്റ്റിൻ്റെ ലെന്ത് ഉണ്ട്. നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ലെന്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 2.308 മീറ്റർ. അതിന് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ് നമുക്ക് നോക്കുമ്പോൾ അറിയാമല്ലേ, 2, 3, 0, 8. പക്ഷേ അതിൻ്റെ പോയിൻറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നു. ഡിഫറൻറ്റ് യൂണിറ്റ്സുകൾ കൊടുത്തുകൊണ്ട് ചേഞ്ച് ചെയ്തത് 0.02308 മീറ്റർ, 23.08, 23.080, ഇങ്ങനെ പല മൂന്നെണ്ണം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്ങനെ ചേഞ്ച് ആയാലും എങ്ങനെയൊക്കെ എഴുതിയാലും നമുക്ക് കിട്ടിയ ആ വാല്യൂവിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 4 തന്നെ ആയിരിക്കും, 2, 3, 0, 8. അതാണ് പറയുന്നത്, ഡിഫറൻറ്റ് യൂണിറ്റ്സിൻ്റെ ചേഞ്ച് ഡിപ്പെൻഡഡ് അല്ല. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.